കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പുതിയ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ യാത്ര വെള്ളിമല കുമാരകോവിൽ എന്ന ക്ഷേത്രത്തിലേക്കാണ്. നാഗർകോവിലിൽ നിന്നും 15 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി പത്മനാഭപുരം പട്ടണവുമായി അതിർത്തി പങ്കിടുന്ന ഈ ക്ഷേത്രം കന്യാകുമാരി ജില്ലയിലെ എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളിലും പ്രശസ്തമാണ്. കുമാരകോവിൽ മലയാളത്തിൽ കുമാരക്ഷേത്രം, സുബ്രഹ്മണ്യ സ്ഥല എന്നും അറിയപ്പെടുന്നു. ചിലപ്പതികാരം എന്ന ആദ്യകാല തമിഴ് ഇതിഹാസത്തിൽ ഈ ക്ഷേത്രത്തെ ചേരനാട്ടു ഏരാംഗം എന്നാണ് പരാമർശിക്കുന്നത്. കുമാരകോവിൽ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. 40 കുത്തനെയുള്ള പടികൾ കയറിയാൽ മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഇവിടെ മുരുകൻ തൻ്റെ പത്നിയായ വള്ളിയോടൊപ്പം ഭക്തരെ അനുഗ്രഹിക്കുന്നു. കിഴക്കോട്ട് ദർശനമായി ശുചീന്ദ്രത്തിലെ താണുമലയൻ, അതായത് ശിവനെ അഭിമുഖീകരിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു. മുരുകൻ്റെ വിഗ്രഹം 8 അടി 8 ഇഞ്ച് ഉയരമുള്ള ഒരു ഏകശിലാ ശില്പമാണ്. ശ്രീകോവിൽ അലങ്കരിക്കുന്ന വള്ളി ദേവിക്ക് 6.5 അടി ഉയരമുണ്ട്. വള്ളിയുമായുള്ള വിവാഹത്തിൽ സഹോദരനെ സഹായിച്ച കല്യാണ വിനായകർ അകത്തെ ദക്ഷിണപാതയുടെ പ്രവേശന കവാടത്തിൻ്റെ വലതുവശത്താണ്. മുരുകൻ്റെ മാതൃപിതാവായ ദക്ഷന് ഒരു ക്ഷേത്രമുണ്ട് എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഈ ക്ഷേത്രത്തിന് ഏകദേശം 3000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ വാസ്തുശില്പം 18ാം നൂറ്റാണ്ടിലേക്കെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പഞ്ചാമൃതം വളരെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിനുള്ളിൽ കുറേയേറെ വാനരന്മാർ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവരാരും മറ്റുള്ളവർക്ക് ഉപദ്രവകാരികൾ അല്ല. ഈ കാണുന്നതാണ് ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുന്നേ തൊട്ടു മുന്നിലായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാനുള്ള ഒരു യാത്രയിലാണ്. തിരികെ നമ്മുടെ യാത്ര തുടരുമ്പോൾ അതിമനോഹരമായൊരു കൃഷിയിടം കാണാൻ ഇടയായി. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിനായി നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കുക. താങ്ക് യു. നന്ദി.